നീലേശ്വരം തളിയിൽ നീലകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നടന്ന ഇടയ്ക്കത്തായമ്പക കേൾവിയിലും കാഴ്ചയിലും അപൂർവവും അവിസ്മരണീയവുമായി. കേരളത്തിലെ പ്രമുഖ വാദ്യകലാകാരന്മാരായ പനമണ്ണ ശശി, തിരുവാനത്തൂർ ശിവൻ എന്നിവരാണ് അത്യപൂർവമായ ഇടയ്ക്കത്തായമ്പകയിലൂടെ ആസ്വാദക മനസ്സുകളെ ആനന്ദലഹരിയിൽ ആഴ്ത്തിയത്. ഉത്സവാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് തളിയിൽ നീലകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ദൈവസംഗീതത്തിന്റെ തുയിലുണർത്തി ഇടയ്ക്കത്തായമ്പക അരങ്ങേറിയത്. ശ്രീകോവിലുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നതും നിലത്തുവെക്കാൻ പോലും പാടില്ലാത്തതുമായ ഇടയ്ക്ക ദേവലോകത്തു നിന്നും താഴേക്ക് ഇറക്കി തന്നതാണ് എന്നുമാണ് കരുതിപ്പോരുന്നത്. പവിത്രമായി കരുതുന്നതോടൊപ്പം ഇടയ്ക്ക കൈകാര്യം ചെയ്യുന്നതിൽ പ്രാവീണ്യം നേടാനും വലിയ തോതിലുള്ള സാധനയും സമർപ്പണവും അത്യാവശ്യമാണ്. ഗീതമായും വാദ്യമായും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേയൊരു വാദ്യോപകരണവും ഇടയ്ക്ക മാത്രമാണ്. അതുകൊണ്ടുതന്നെ ഇടയ്ക്കത്തായമ്പക എന്നത് ആരും കൈവയ്ക്കാൻ മടിക്കുന്ന ഒരു മേഖലയാണ്. കൈവഴക്കത്തിനൊപ്പം മനസ്സിൽ സംഗീതത്തിന്റെ അഭിരുചി അല്പമെങ്കിലും ഉള്ളവർക്ക് മാത്രമേ ഈ തായമ്പക കൈകാര്യം ചെയ്യാൻ കഴിയൂ. ഇതിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അപൂർവ നേട്ടങ്ങൾ കൈവരിച്ച് മികവ് തെളിയിച്ച അനുഗ്രഹീത കലാകാരന്മാരായ പാലക്കാട്ടെ പനമണ്ണ ശശി, തിരുവാനത്തൂർ ശിവൻ എന്നിവരാണ് തളിയിൽ ക്ഷേത്രത്തിൽ ഇടയ്ക്കത്തായമ്പകയിലൂടെ സംഗീത സ്വരമാധുരി പൊഴിച്ചത്. സ്വരസ്ഥാനങ്ങൾക്കനുസൃതമായി ഒറ്റക്കൈയാൽ ഇടയ്ക്കയിൽ ഇരുവരും തീർത്ത ഓരോ ചലനവും സ്വരവും ആസ്വാദകർക്ക് അപൂർവ അനുഭൂതി പകർന്നു. അനുഷ്ഠാനകലയുടെ ഗണത്തിലില്ലെങ്കിലും ക്ഷേത്രത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾക്കും ആചാരങ്ങൾക്കും അകത്തുനിന്നുകൊണ്ടുള്ളതാണ് ഇവരുടെ ഇടയ്ക്കത്തായമ്പക. അതുകൊണ്ട് തന്നെ ക്ഷേത്രശന്മാരും വിശ്വാസികളും ഇരുകൈയിൽ നീട്ടി സ്വീകരിക്കുകയാണ് ഈ അപൂർവ വാദ്യകലയുടെ ഉദയത്തെ. പനമണ്ണ ശശിയുടെയും തിരുവാനത്തൂർ ശിവന്റെയും നേതൃത്വത്തിലുള്ള ഏഴാൾ സംഘം 1 മണിക്കൂറിലധികം നേരമാണ് രാഗതാള വിസ്മയത്തിലൂടെ ആസ്വാദക ഹൃദയങ്ങളെ ആനന്ദലഹരിയിൽ ആറാടിച്ചത്. ഒരേ സമയം തന്ത്രിവാദ്യമായും തുകൽവാദ്യമായും കുഴൽവാദ്യമായും ഉപയോഗിക്കുന്ന ഇടയ്ക്ക സോപാന സംഗീതത്തിലൂടെയാണ് ജനകീയമായതെങ്കിലും തായമ്പകയിലും ഇടയ്ക്കയുടെ പ്രാധാന്യവും പ്രചാരവും ഏറിവരുന്ന കാലമായിരിക്കും നാളെയുടേത് എന്നുള്ള വിലയിരുത്തലുകളും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.